guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊരു വെറൈറ്റി ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് സമയം എടുത്ത് ഒരുങ്ങി വന്നതാണ്. കാരണം വേറൊന്നുമല്ല, കുറച്ച് വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചു. മിക്കവാറും വീഡിയോ എടുക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വെച്ച് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇച്ചിരി വൃത്തിക്ക് വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പരീക്ഷിക്കാൻ സൺഡേ ആയതുകൊണ്ട് കുറേ സമയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇരുന്ന് പരീക്ഷിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ കോലത്തിൽ ഇടാനിരിക്കുന്നത്. പിന്നെ എൻ്റെ ഈ വിങ്ക് എങ്ങനെയുണ്ട്? എനിക്ക് എപ്പോഴും ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും ആയിപ്പോവും. ഇപ്പോൾ ഇന്ന് പക്ഷേ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് വരച്ചതാണ്. അപ്പോൾ ഇതൊരു പ്രൊമോഷനാണെന്ന് വിചാരിക്കരുത്. കുറേ നാളെ ഞാനത് മേടിച്ചിട്ട്, പക്ഷേ ഇത് വെച്ച് വരച്ച് പഠിച്ചത് എനിക്കൊന്ന് ഇന്നാണ് ഇച്ചിരി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളാണ്. അല്ലാതെ സ്വപ്നത്തിൽ എനിക്ക് ഇങ്ങനൊന്നും എഴുതാൻ എന്തായാലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, ഒന്നിങ്ങോട്ടും ഒക്കെ പോവും. പക്ഷേ സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ ഷോർട്സ് ആയിട്ട് ഞാനൊരു അടുത്ത വീഡിയോ ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അജിയോയുടെ ഹോൾ വീഡിയോ ആണ്. യൂഷ്വലി ഞാനിങ്ങനെ ഇതിൻ്റെ ഓഫേഴ്സൊന്നും പറഞ്ഞ് അധികം അങ്ങനെ വീഡിയോസൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, സൂപ്പർ അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത റേറ്റിനാണ് പല പ്രോഡക്ട്സും ഉള്ളത്. മാത്രമല്ല ഇത്രയും റേറ്റിന് മേടിക്കുമ്പോഴത്തേക്കും ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. അത്രയും സൂപ്പർബായിട്ടുള്ള ക്വാളിറ്റി, ഇത്രയും എക്സലൻറ്റ് പ്രൈസ്. ഇതിലും താഴ്ന്നൊരു റേറ്റിന് നമുക്കിനി ഇത് തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും റേറ്റ് കൂടിയത് ഞാൻ പർച്ചേസ് ചെയ്തതിൽ 463 റുപ്പീസിൻ്റെ ഒരെണ്ണമുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും റേറ്റ് കൂടിയത്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അജിയോയുടെ 8th ബർത്ത്ഡേ പ്രമാണിച്ച് സൂപ്പർ ബിഗ്ഗസ്റ്റ് സമ്മർ സെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 50 to 90% ഓഫാണ് ഓരോ ബ്രാൻഡ്സിനും നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മാർച്ച് 21 തൊട്ട് മാർച്ച് 31 വരെയാണ് ഈ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിന് മുന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോഴും ഒരുപാട് അജിയോയുടെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയട്ടെ, ഇതൊരു നോൺ സ്പോൺസേർഡ് ആൻഡ് എൻ്റെ ജെനുവിൻ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫിഗിൻ്റെ ഒരു ജോമെട്രിക് പ്രിൻ്റ് വരുന്ന ഈ ഒരു ടോപ്പാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ആരും പെട്ടെന്ന് അയ്യോ ട്രാൻസ്പാരൻ്റ് ആണല്ലോ എന്ന് വിചാരിക്കേണ്ട. ഇതും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ആൻഡ് ക്വാളിറ്റി ഞാൻ വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ MRP വരുന്നത് 699 റുപ്പീസാണ്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് ജോർജറ്റ് ഫാബ്രിക് ആണ്. ആൻഡ് ഇത് പോളിസ്റ്റർ ആണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചത് 210 രൂപയ്ക്കാണ്. ജസ്റ്റ് 210 റുപ്പീസാണ് ഇതിന് രണ്ടിനും കൂടി ആയിട്ടുള്ളത്. ഇതാണ് അപ്പം എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി നമുക്ക് സെക്കൻഡ് പ്രോഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. അതായത് ഇപ്പോൾ ഈ നിറ്റഡ് ടോപ്സ്, നിറ്റഡ് ആയിട്ടുള്ള ഷർട്ട്സ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ്ങിലാണ് പോകുന്നത്. സോ അതുപോലത്തെ ഒരു പ്രോഡക്റ്റാണിത്. ഫാബ്രിക് പറയാനാണെങ്കിൽ കോട്ടൺ ആണ്. ഇതും ഫിഗിൻ്റെത് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം കാണാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പുള്ളോവറാണിത്. ഇതിൻ്റെ MRP 999 ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇത് മേടിച്ചത് എത്ര രൂപയ്ക്കാണെന്ന് അറിയാമോ? 300 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു പുള്ളോവർ വാങ്ങിച്ചിട്ടുള്ളത്. പിങ്ക് കളറാണ് വരുന്നത്. സോ ഇപ്പോൾ റേറ്റ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും 500 ആണ് ഇതിൻ്റെ ആ ഒരു MRP കിടക്കുന്നത്. അപ്പോൾ പല പ്രോഡക്ട്സും ഇപ്പോൾ ഓഫർ മാറുന്നുണ്ട് അവൈലബിലിറ്റി അനുസരിച്ചിട്ടൊക്കെ. പക്ഷേ എല്ലാ സൈസസും ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. സൂപ്പറാണ്, ഒന്നും ചിന്തിക്കാൻ പോലും അങ്ങനത്തെ ഒരു അടിപൊളി സാധനമാണ്. സൂപ്പർ കംഫർട്ടബിൾ, സൂപ്പർ അഫോർഡബിൾ. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് ഗൈസ്. ആൻഡ് ഇതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇതാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഇപ്പോൾ വന്ന കൂട്ടത്തിൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മേടിച്ച എല്ലാ ടോപ്സും ഈ ഫിഗിൻ്റെതാണ്. സോ ഇത് വന്നിട്ട് ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു ലേസ് കൈൻഡ് ഓഫ് ടോപ്പാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ലെയേർഡ് സ്ലീവ്സ് ആണ് വരുന്നത്. ഇത് ആക്ച്വലി ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ അടുത്ത് ഞാൻ എടുക്കുന്ന എല്ലാം ഒന്നുകിൽ ബ്ലാക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്രീൻ ആയിരിക്കും. ഇതും നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 699 റുപ്പീസാണ്. ആൻഡ് ഇപ്പോൾ ഞാനത് അജിയോയിൽ നോക്കുമ്പോഴത്തേക്കും സംഭവം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പം ഓഫറൊന്നും കാണിക്കുന്നില്ല. മേ ബി പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ പിന്നെയും ഈ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന പ്രോഡക്ട്സും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അജിയോയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഈ മീഷോയിലൊക്കെ എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ മേടിച്ചിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അതിട്ടൊരു 10 പേരുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സംഭവം അജിയോയിൽ വരില്ല. പക്ഷെ ഞാൻ ഈ കാണിക്കുന്നതല്ലാത്ത ഒരുപാട് പ്രോഡക്ട്സ് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാവും. ഞാൻ മേടിച്ചത് ജസ്റ്റ് ഹോൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ്.
അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് മാക്സിന്ന് ഇടയ്ക്കൊരു ഓൺലൈൻ ഷോപ്പിങ്ങിലുണ്ടായ ഒരു എക്സ്പീരിയൻസും കൂടി പറഞ്ഞിട്ട് പോവാം. യൂഷ്വലി ഞാൻ മാക്സിന്ന് ഒരുപാട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ മാക്സിൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് എനിക്ക് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം മേ ബി നമ്മൾ പോയി കണ്ട് മേടിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഓഫറിൽ ഇടുന്ന ഐറ്റംസ് മിക്കതും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വരുന്ന ഷൂസൊക്കെ ആണെങ്കിലും നമുക്ക് ഈ പൊടി പിടിച്ച് പോവാത്ത സ്റ്റോക്കൊക്കെ ഇല്ലേ, അങ്ങനത്തെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നതും സെയിലായിട്ട് വരുന്നതും. പക്ഷേ അജിയോയെ സംബന്ധിച്ച് അങ്ങനെയില്ല. നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊരു 150 രൂപയുടെ ഒരു പ്രോഡക്റ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നതിന് ഒരു കോംപ്രമൈസും ഇല്ല. ഞാനിപ്പോൾ സൈഡിലൊരു ടോപ്പ് കൊടുക്കാം. ഞാൻ മാക്സിന്ന് ഓൺലൈൻ ഷോപ്പ് ചെയ്തതായിരുന്നു. അതായത് പേയ്മെൻ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓർഡർ ചെയ്തായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവരായിട്ട് അവരുടെ എൻഡിൽ നിന്ന് അവരത് ക്യാൻസൽ ചെയ്തു. ബിക്കോസ് വെയർ ഹൗസിൽ നിന്ന് പോകാൻ ഒരുപാട് ഡിലേ വന്നതുകൊണ്ട് ഓർഡർ അവരായിട്ട് തന്നെ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു. അതെനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. പിന്നെ ആ പ്രോഡക്റ്റ് ഇല്ല, അത് ഔട്ട് ഓഫ് സ്റ്റോക്കായി. ഓക്കെ, അത് പോട്ടെന്ന് വെച്ചു. പിന്നെ വന്ന ഷൂസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനത്തെ ഷൂസ് ആയിരുന്നു. ആൻഡ് പിന്നെ ഞാൻ ഒരു പെയർ ഓഫ് സോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ 3 പെയർ വരുന്ന സോക്സാണ്. അതിൽ ഞാൻ ഓർഡർ ചെയ്ത സോക്സും എനിക്ക് വന്ന സോക്സും ഞാനിപ്പോൾ ഈ സൈറ്റിൽ കൊടുക്കാം. എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കൊടുക്കാം. ഉണ്ടായിരുന്നു, ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടാവും, നോക്കട്ടെ, അത് ഞാനിവിടെ കൊടുക്കാം. യൂഷ്വലി ഓൺലൈൻ അല്ല, നമ്മൾ ഓഫ്ലൈൻ പോയി പർച്ചേസ് ചെയ്തിട്ട് ഞാൻ കുറേ സോക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആണ്. അവിടുത്തെ എനിക്കറിയില്ല, ഒരു പ്രത്യേക ഇടാൻ തന്നെ ഒരു സുഖമാണ് അവിടുത്തെ സോക്സ് എന്ന്. അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ കണ്ടപ്പോൾ എന്തായാലും ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണല്ലോ എന്ന് വെച്ചിട്ട് മേടിച്ചതാണ്. പക്ഷേ സംഭവം ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പ് എന്ന് വെച്ചാൽ അട്ടർ ഫ്ലോപ്പായിരുന്നു. കണ്ടപ്പോൾ തന്നെ ഞാനിത് എന്താണെന്ന് വിചാരിച്ചു. ബട്ട് സ്റ്റിൽ ഓക്കെ, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അതിൽ ആ ഒരു പിങ്ക് പോലെ വന്നിരിക്കുന്നതിന് അതിൻ്റെ ഒരു പെയർ ഇല്ല. പക്ഷേ സോക്സിനൊന്നും റിട്ടേൺ ഇല്ലാത്തതാണ്. പക്ഷേ ഇവർക്ക് എല്ലാത്തിനും റിട്ടേൺസ് ഉണ്ട്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. റീഫണ്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കിട്ടും. ബട്ട് സ്റ്റിൽ ആ ഒരു പർച്ചേസ് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. വെറുതെ ഒരു കാര്യവും ഇല്ലാതെ ചെയ്തതുപോലെ തോന്നി. അതുകൊണ്ട് ഞാൻ മാക്സിൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ നിർത്തി. ഓഫ്ലൈൻ ഒരു അടിപൊളിയാണ്, എനിക്കൊന്നും പറയാനില്ല. പക്ഷേ അവരുടെ ഓൺലൈൻ ഷോപ്പിംഗ് എന്തോ അത്ര ഫലപ്രദമായില്ല. എന്താണെന്നറിയില്ല. സോ അത്രയാണ് എനിക്ക് മാക്സിനെ പറ്റി ഇതിനിടയ്ക്ക് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. അടുത്ത ടോപ്പ് വന്നിട്ട് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പിൻ്റെ ഇത് വൈറ്റിൽ ബ്ലാക്ക് ആണെങ്കിൽ ഇത് ബ്ലാക്കിൽ വൈറ്റ് സ്പോട്ട്സ് ആണ് വരുന്നത്. അങ്ങനത്തെ ഒരെണ്ണമാണ്. ഇതിന് റിട്ടേൺസ് ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1300 ആണ്. ഇതിൻ്റെ MRP വരുന്നതെന്ന് തോന്നുന്നു. നോക്കട്ടെ ഒരു മിനിറ്റ്. യെസ്, 1299 ആണ് ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. ഇത് പെട്ടെന്ന് 260 ആണ് ഇപ്പോൾ കിടക്കുന്ന റേറ്റ്. ഞാൻ മേടിച്ചത് 194 റുപ്പീസിനാണ്. ഈ ഒരു സാധനം ഞാൻ മേടിച്ചത് 194 റുപ്പീസിനാണ്. ക്യാൻ യു ബിലീവ് ഇറ്റ് ഗൈസ്? എനിക്കുള്ളതിൽ എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം ഇതാണ്. കാര്യം ഇത് റിട്ടേൺസ് ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു സൈസ് ചെറുതാണ് എടുത്തത്. അത് ഇതിൻ്റെ കേസിൽ പെർഫെക്റ്റ് ഡിസിഷൻ ആയിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം കറക്റ്റാണ് കേട്ടോ. സൈസ് എടുത്തതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത്. താഴൊരു കെട്ട് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. എല്ലാം കൊണ്ടും സൂപ്പർവാണ് ഈ ഒരു സാധനം. ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഫാബ്രിക് വരുന്നത് പോളിസ്റ്ററാണ്. ഇതാണ് 194 റുപ്പീസിന് ഞാൻ മേടിച്ച അടുത്ത പ്രോഡക്റ്റ്. ഇതിന് റിട്ടേൺസ് ഇല്ല. പക്ഷേ സൂപ്പർ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു സംഭവം ഈ റേറ്റിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതെന്ന്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു ഏകദേശ കളർ ചേഞ്ച് ആണ് ഇതെന്ന് പറയുന്നത്. ഞാൻ മാക്സിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന് അറൗണ്ട് 699 700 799 അങ്ങനെ ഏതാണ്ട് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. അപ്പം ഇത് 194 റുപ്പീസിന്. ഓക്കെ, എനിവേസ് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അപ്പോൾ അടുത്ത ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നൊരു സ്വെറ്റ് ഷർട്ടാണ്. ഇതെനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാതെ 2 വട്ടം ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തു. എനിക്ക് ഇതിൻ്റെ 2 എണ്ണം വന്നു. ഒരെണ്ണം റിട്ടേൺ ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ആർക്കെങ്കിലും ഗെസ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് 162 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 162 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ 10 on 10 അല്ല, അതുക്കും മേലെ. എനിക്ക് ക്വാളിറ്റിയെ പറ്റി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. അത്രയും സൂപ്പർബായിട്ടുള്ള ക്വാളിറ്റിയാണ്. എക്സലൻറ്റ് ക്വാളിറ്റി. ഈ ഒരു പ്രൈസ് യെസ്, ജസ്റ്റ് 162 റുപ്പീസ്. ഇതിന് 162 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഒരെണ്ണം ഞാൻ റിട്ടേൺ ചെയ്തു, ഒരെണ്ണം ഞാൻ കീപ്പ് ചെയ്തു. കാര്യം രണ്ടും സെയിം സൈസ് ആണല്ലോ, അറിയാതെ ചെയ്തതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗൈസ്
ഇപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്കും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. കുറേ ഇങ്ങനെ ഇത് ആഡൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. മേ ബി ഇൻ ഫ്യൂച്ചർ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഫൈനലി ഫിഗിൻ്റെ അല്ലാത്ത 2 ടോപ്സ് ആയിരുന്നു ഇത്. അപ്പോൾ ലാസ്റ്റ് പ്രോഡക്റ്റ് കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു ജീൻസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ജീൻസ്. ഹൈ വേസ്റ്റ് മോം ഫിറ്റ് ജീൻസ് ആണ്. ആൻഡ് ഇത് ആംഗിൾ ലെങ്ത് ആണ്. ഒരു രക്ഷയില്ല, സൂപ്പർ ക്വാളിറ്റിയാണ്. ആൻഡ് ചെറിയൊരു പാച്ച് വർക്ക് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സൈസ് ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്ക്. ഇതിൻ്റെ MRP വരുന്നത് 1499 ആണ് വരുന്നത്. പക്ഷേ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 778 റുപ്പീസിനാണ്. ആൻഡ് ഇപ്പോൾ അതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. 750 റുപ്പീസാണ് ഇതിന് വരുന്നത്. ആൻഡ് എക്സലൻറ്റ് ക്വാളിറ്റിയാണ് ഗൈസ്. ബട്ട് എൻ്റെ സൈസ് ഡിഫറൻസ് കൊണ്ട് എനിക്കിത് എന്തായാലും റിട്ടേൺ ചെയ്യേണ്ടി വരും. നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ പ്രോഡക്റ്റിലോട്ട് പോവാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും വില കൂടിയ പ്രോഡക്റ്റ് കണ്ടായിരുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് കളറാണ്. സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചാടിക്കയറി പർച്ചേസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 463 റുപ്പീസിനാണ്. ഇതും നമ്മുടെ നിറ്റഡ് ആയിട്ട് വരുന്ന സ്വെറ്റ് ഷർട്ടാണ്. സൂപ്പർ ക്വാളിറ്റിയാണ്. പക്ഷേ എനിക്കിത് ചെറിയൊരു സൈസ്, ഒരു ഇച്ചിരി ടൈറ്റാണ്. എനിക്ക് സ്വെറ്റ് ഷർട്ട്സ് പൊതുവേ ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. വീണ്ടും അൺഫോർച്ചുനേറ്റ്ലി ഇതിന് റിട്ടേൺസ് ഇല്ല. പക്ഷേ എക്സ്ചേഞ്ച് ആണെങ്കിലുണ്ട്. പക്ഷേ അവിടെയും സൈസ് അവൈലബിൾ അല്ല. ഇനി ആകെ ഇത് എക്സ്ട്രാ സ്മോൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ സ്മോളാണ് മേടിച്ചത്. എന്നിട്ടും എനിക്ക് ഇച്ചിരി ഇങ്ങനെ ഫിറ്റായിട്ട് കിടക്കുന്ന സ്വെറ്റ് ഷർട്ട്സ് എനിക്ക് ഇച്ചിരി ലൂസായിട്ട് കിടക്കാനാണ് ഇഷ്ടം. സോ ഇനിയിപ്പം ഇത് ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യില്ല. ബിക്കോസ് ഇത് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാനത് റിട്ടേൺ ചെയ്യില്ല. കാര്യം ഞാനിത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ മേടിച്ചു തരുന്നതാണ്. പിന്നെ സൂപ്പർ കംഫർട്ടബിൾ. ഈ ഒരു കളറ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. സോ ഇതെന്തായാലും ഞാൻ റിട്ടേൺ ചെയ്യില്ല. ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണെങ്കിലും ഇടാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിത് എന്തായാലും കീപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഇതിന് വീണ്ടും റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. 450 റുപ്പീസാണ് കിടക്കുന്നത്. എക്സ്ട്രാ സ്മോൾ സൈസ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ബട്ട് പിന്നെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് വേറെ കളർ ചേഞ്ചും അവൈലബിൾ ആണ്. ഇതിപ്പോൾ ബ്രൗൺ എന്നാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഒരു മെറൂൺ കളർ ചേഞ്ചും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു മെറൂണിൽ അത്യാവശ്യം എല്ലാ സൈസും ഉണ്ട്. എക്സ്ട്രാ സ്മോൾ മുതൽ ലാർജ് സൈസ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ വേഗം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വേഗം കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് കോഡും ലിങ്കും ഒക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലിങ്കും പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ വേറെയും ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അജിയോയുടെ സെയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഒരുപാട് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഇത്രയും നല്ല ക്വാളിറ്റി ഇനി വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് ഇത് വീഡിയോ എടുക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.